നമസ്കാരം, ദൂരയൊരു യാത്രയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ വെൺമണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളിന്ന് പോകുന്നത് ഇടുക്കി ജില്ലയിലെ തന്നെ മറ്റൊരു സ്ഥലമായ രാമക്കൽമേട് എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. രാമക്കൽമേട് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നല്ലൊരു ഹിൽ സ്റ്റേഷനാണ്, ചെറിയ ട്രെക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഞാനുണ്ട്, അബിയുണ്ട്. അബി തൊട്ട് താഴെ നിൽക്കുന്നു. ഞങ്ങളിപ്പം വരുന്ന വഴിയിലാണ് ഈ വെൺമണി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ വണ്ടി ഒന്ന് നിർത്തി. നല്ലൊരു ലൊക്കേഷനാണ്. ഇവിടെ വന്ന് ഞങ്ങൾ കുറച്ച് നിർത്തി, കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഇനിയും രാമക്കൽമേടിലേക്ക് പോകുന്ന ഓൺ ദ വേ ആണ്. ഇനി ഇവിടുന്ന് ഒരു 10-30 കിലോമീറ്ററോടെ ഉള്ളൂ രാമക്കൽമേട്. ഇനിയും പോകുന്ന വഴി നമുക്ക് ബാക്കിയുള്ള സെഷൻസ് എല്ലാം കവർ ചെയ്യാം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളോടി ഒന്ന് ഇട്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ബാക്ക് സൈഡൊക്കെ നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു മുട്ടക്കുന്ന് പോലെ സംഭവം. മുട്ടക്കുന്നൊന്നുമല്ല, അത് മൊത്തം പാറയാണ്. നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലെത്തി. നീ ഇവിടുന്ന് താഴോട്ട് നല്ല ഇറക്കമാണ്, കുത്തനെയുള്ള ഇറക്കമാണ്. നീ പോകുന്ന വഴി ബാക്കി വിശേഷങ്ങൾ ഷൂട്ട് ചെയ്യാം. നമ്മളങ്ങനെ ഇപ്പോൾ ഇടുക്കിയിലെത്തി. ഓക്കെ, നമ്മൾ വരുന്ന വഴി നമ്മളെ ഗൂഗിൾ ചേച്ചി കുറേശ്ശെ ഒന്ന് കറക്കി. ഓക്കെ, ഞങ്ങൾ വേറെ ഒരു ഷോർട്ട് റോഡ് പെട്ടെന്ന് കയറി പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കയറിപ്പോയി. പക്ഷേ ആ റോഡ് ഭയങ്കര മോശമായിരുന്നു. ഞങ്ങളങ്ങനെ ഇപ്പോൾ ഇടുക്കി ചെറുതോണി എത്തി. ചെറുതോണിയിൽ നിന്ന് നമ്മളിപ്പോൾ രാമക്കൽമേട്ടിലേക്ക് പോവുകയാണ്. ഗൂഗിൾ ചേച്ചി പറ്റിച്ചില്ലയോ? കുറച്ചധികം പണി കൊടുക്കണമല്ലോ, വീട്ടിൽ ചെല്ലട്ടെ. അങ്ങനെ നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ ആണ് നമ്മുടെ ഈ മുന്നിൽ കാണുന്നത്, കാറ്റാടിപ്പാടം. കാറ്റാടിപ്പാടത്തിലേക്കാണ് നമ്മളിപ്പം പോകുന്നത്. കണ്ടാ വിൻമില്ലിന്റെ സൈസ് കണ്ടാ? എന്റെ പൊന്നോ, അയ്യോ വല്ലാത്ത കേട്ടുന്നുണ്ട്. കയറ്റം ഒരു വല്ലാത്തൊരു കയറ്റമാണ്. ഫസ്റ്റ് ഇട്ട് കുറെ ഒരു 10-15 മിനിറ്റ് ആയി ഫസ്റ്റ് ഇട്ട് തന്നെ വലിക്കാൻ തുടങ്ങിയിട്ട്. നമ്മുടെ പുറകിലെല്ലാം കുറെ വണ്ടികളൊക്കെ ഉണ്ട്. എന്നാൽ ഈ വിൻമില്ലിന്റെ അടുത്തേക്ക് വരിക എന്നുള്ളത്, എന്റെ മുകളിൽ ധാരാളം ആൾക്കാരുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മള് രാമക്കൽമേട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഗൂഗിളിൽ ഇട്ടത്. പക്ഷെ നമ്മളെ ഗൂഗിൾ ചേച്ചി കൊണ്ടുവന്നത് കാറ്റാടിപ്പാടത്തേക്കാണ്. ഞാനിവിടെ ഇപ്പൊ ഇട്ടേക്കുന്നത് രാമക്കൽമേടെന്നാണ് ഇട്ടേക്കുന്നത്. പക്ഷേ ഇപ്പൊ നമ്മൾ ജസ്റ്റ് കാണിച്ചേക്കുന്നത് കാറ്റാടിപ്പാടമാണ്. അടിപൊളി. എന്റെ പൊന്നു, ഏകദേശം ഒരു 10,000-3000 അടി ഹൈറ്റിലാണ് നമ്മളിപ്പം വന്ന് നിൽക്കുന്നത്. എത്ര വിൻമില്ലുകളുണ്ടെന്ന് നോക്കിയാൽ എന്താ പൊന്നോ, ഒരു രക്ഷയില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കാറ്റാടിപ്പാടം ആയതുകൊണ്ട് ഇവിടുന്ന് വീണ്ടും ഉണ്ട് ഏകദേശം ഒരു 1.8 കിലോമീറ്റർ ഉണ്ട് രാമക്കൽമേട്. നമുക്ക് തിരിച്ചു വരുമ്പോ ഏതായാലും ഇവിടെ ഇറങ്ങാം. നമുക്കിപ്പോ ഇനി നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. ഇവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ 4 സ്ഥലം, അവിടെ ഇവിടെ എല്ലാം വിൻമില്ലുകൾ കാണാം. നമ്മുടെ ഫ്രണ്ടിലും ഉണ്ട് വിൻമില്ലുകൾ. ഞാൻ ഓർത്തത് എനിക്ക് രാമക്കൽമേട്ടിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് ഞാൻ കാറ്റാടിപ്പാടം എന്ന് പറഞ്ഞ വേറൊരു സ്പോട്ട് കണ്ടിരുന്നു. അവിടെ പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെറിയ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഏതായാലും കാറ്റാടിപ്പാടം എന്ന സ്ഥലത്തോട് തന്നെയാണ് ഈ രാമക്കൽമേട്ടിലോട്ട് പോകുന്നത്. ഇനി നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ പോർഷൻ കൂടെ ഒന്ന് കവർ ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഇപ്പം നമുക്ക് നേരെ രാമക്കൽമേട്ടിലാണ് നമുക്ക് പോകേണ്ടത്. അവിടെ ചെന്ന് നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം ഇങ്ങോട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ രാമക്കൽമേട് എന്ന അതിമനോഹരമായ സ്ഥലത്തെത്തി. ഇവിടെ നല്ല കട്ടച്ചൂടാണ്. ഓക്കെ, നമ്മുടെ മുകളിൽ സ്റ്റാച്യൂസ് ഉണ്ട്. മീൻസ് കുറത്തി സ്റ്റാച്യൂസ്, അതുപോലെ തന്നെ വേഴാമ്പൽ സ്റ്റാച്യൂസ് ഉണ്ട്. അവിടത്തേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് ഞങ്ങൾ ചെറിയ വേറൊരു സംഭവം ഞങ്ങൾ ബുക്ക് ചെയ്തു. നമ്മൾ ചെറിയൊരു ഓഫ് റോഡിന് നമ്മളിവിടുത്തെ ഒരു ജീപ്പ് വിളിച്ചിട്ടുണ്ട്.
ഓഫ് റോഡിന് നമ്മളെ ഇവിടുന്ന് ഒരു 3 സ്പോട്ടിലേക്ക് അവർ നമ്മളെ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുറച്ച് നല്ല അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു ഓഫ് റോഡായിരിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. 2-3 സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവസാനം നമ്മൾ കുറത്തി സ്റ്റാച്യൂസിൻ്റെ അവിടെ വരും. അവിടെ വേഴാമ്പലിൻ്റെ വേറൊരു സ്റ്റാച്ചു ഉണ്ട്. അവിടത്തേക്ക് ഏറ്റവും ലാസ്റ്റിലേക്ക് വരാം. നമ്മൾ ഓഫ് റോഡിൻ്റെ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടി വേറൊരു വണ്ടി വെയിറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സോ ഇനി നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓഫ് റോഡിൻ്റെ വണ്ടി എത്തിയിട്ടുണ്ട്. ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്, ഷാനവാസ്. നമ്മുടെ അബി അപ്പം തൊട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട്. അവനിപ്പം വരും. ഓക്കെ, ബാത്റൂമിൽ പോയതാണ്. ഓക്കെ, ഓഫ് റോഡൊക്കെ വല്ലേ മൂത്രസഞ്ചിയൊക്കെ കിടന്ന് കിളിങ്ങും വണ്ടി ചീത്തയാക്കണ്ട്. ഓക്കെ, ഷാനവാസ് ചേട്ടനുണ്ട് നമ്മുടെ കൂടെ. കട്ടക്കിയും നമ്മുടെ വണ്ടി നോക്കിയേ, അഡ്വഞ്ചറസ് മാൻ. ഇന്ന് പൊളിക്കല്ലേ, കൂടെ നിന്നോണേ. എങ്ങനെ തുറക്കുന്നേ? ഓക്കെ, അടിപൊളി. ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ജീപ്പയിലൊക്കെ ഉള്ള ഒരു ഓഫ് റോഡ് യാത്ര. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ യാത്ര തിരിച്ചു. ഓക്കെ, അപ്പൊ തൊട്ട് പുറകെ ഇരിക്കുവാണ്. ചേട്ടാ, ഇപ്പൊ ഈ കോവിഡിന്റെ സിറ്റുവേഷനിൽ ഇവിടുത്തെ എങ്ങനെയുണ്ട് സീസണൊക്കെ? ഇപ്പൊ ഈ കൊറോണ നേരത്തെ നല്ല ഓട്ടം അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അന്നേരമാണ് നമുക്ക് കൊറോണ വന്നത്. കൊറോണ വന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ഇപ്പം തുറന്നിട്ട് ഒരാഴ്ച മിച്ചമായതേ ഉള്ളൂ. ഒരാഴ്ച ആയുള്ളൂ. ഇപ്പൊ ശനി ഞായർ ദിവസങ്ങളിൽ നല്ല തിരക്കാണ്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഇപ്പൊ നമ്മൾ ഏതൊക്കെ സ്ഥലത്തേക്കാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്? നമ്മൾ ആദ്യം പോകുന്നത് ആമപ്പാറ എന്ന് പറയുന്ന ഒരു ഗുഹയാണ്. ആ ഗുഹയിലോട്ട് ആദ്യം പോകുന്നത്. അതിന്റെ എന്താണ് അതിന്റെ പ്രത്യേകത? എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആമയുടെ ഷേപ്പാണ് ഈ പാറയ്ക്ക്. അതുകൊണ്ടാണ് ആമപ്പാറ എന്ന് പേര് കിട്ടിയത്. പിന്നെ അതിന്റെ അകത്തെന്ന് പറഞ്ഞ ഒരു ഗുഹ പോലുള്ള സ്ഥലമാണ്. നമ്മൾ അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇപ്പോഴും കൂളിംഗ് ആണ്. നമുക്കൊരു 50 പേർക്ക് അതിന്റെ അകത്ത് കയറി ഇരിക്കാം. പിന്നെ അത് അതിന്റെ അകത്തു നിന്ന് നമ്മൾ നിരങ്ങി മിലിറ്ററി ക്യാമ്പിൽ പോകുന്ന പോലെ മുട്ടാൽ അങ്ങോട്ടോട്ട് പാസ് ചെയ്യണം. ഏത് ചൂട് കയറി നിന്നാലും നല്ല കൂളിംഗ് ആണ്. പിന്നെ ഏറ്റവും വലിയ രാമക്കൽമേന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് 3600 അടി ഹൈറ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ തമിഴ്നാടിന്റെ വ്യൂ കാണുന്നത്. ഫ്ലൈറ്റ് ചെയ്യുന്ന താഴോട്ട് നോക്കുന്ന ഒരു വ്യൂ ആണ്. അത് ഇവിടെ അല്ലേ? നമ്മളിപ്പോ അങ്ങോട്ട് പോകുന്നത്, ആ പോയിന്റിലോട്ട് പോകുന്നത്. രണ്ടാമത്തെ പോയിന്റ് അതാണ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കൊടും ചൂടിൽ നിന്നാലും ഫീൽ ചെയ്യാല. കാറ്റിങ്ങനെ കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ചൂട് ഫീൽ ചെയ്യുന്നു. അത് ഭയങ്കര ഒരു വ്യൂ ആണ്. തമിഴ്നാടിന്റെ ഭയങ്കര വ്യൂ ആണ്. പിന്നെ നമുക്കിവിടെ DTP സ്റ്റാർട്ടറിലാണ് വണ്ടി ഓടുന്നത്. ടെസ്റ്റ് ചെയ്ത് സ്റ്റിക്കറുണ്ട്. ആ സ്റ്റിക്കർ വലിച്ച വണ്ടികൾക്ക് ഇവിടെ ഓടാൻ പറ്റും. ഡ്രൈവർമാർക്ക് ഒരു കാർഡുണ്ട്, ലൈസൻസ് 20 വർഷം വേണം. പിന്നെ കൂടുതലായിട്ടും 4 വീൽ വണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ ഗ്യാരണ്ടി ബേസ് ഞങ്ങൾ ട്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോഴാണെങ്കിൽ അവർ ഈ 1300 രൂപ റേറ്റ് പറയുമ്പോഴത്തേനും അത് റേറ്റ് കൂടുതലാണെന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പൊ ഞങ്ങൾ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ കയറി വന്നിട്ട് ഇപ്പം 8 പേരായിരുന്നു നേരത്തെ കൊറോണയ്ക്ക് മുമ്പ് അലോട്. ഇപ്പോഴാണ് 5 പേരാണ്. അപ്പൊ ഞങ്ങൾ പറയും, നിങ്ങൾ 8 പേര് വരുന്നതിന് അപ്പൊ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പൈസ ഞങ്ങൾ വണ്ടി കൊണ്ടുപോയി കഴിയുമ്പോൾ അവർ നമുക്ക് ഈ 1300 പറഞ്ഞു പോകുന്നവര് 200 രൂപയും 300 രൂപ 500 രൂപ വരെ ഡ്രൈവർമാർക്ക് ടിപ്പ് കൊടുത്തിട്ട് പോകുന്ന സംഭവം അതുപോലെ ഇഷ്ടപ്പെട്ടു. ഞാനിപ്പം വരുന്ന വഴി തന്നെ എനിക്ക് ആദ്യമേ ഞാൻ വേറൊരു ചേട്ടനെ കണ്ടേ. ആ ചേട്ടനാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ ഫൈസൽ എന്ന് പറഞ്ഞത്. പക്ഷെ ആ ചേട്ടന്റെ വേറൊരു ജീപ്പായിരുന്നു, കമാൻഡർ ആയിരുന്നു. എനിക്ക് പക്ഷെ ഇങ്ങനത്തെ ഒരു ജീപ്പാണ് വേണ്ടത്, മേജർ ജീപ്പായിരുന്നു. ആ ചേട്ടൻ പറഞ്ഞു തന്നെ. പിന്നെ ആ ചേട്ടൻ എനിക്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്തു. പോകുന്ന വഴി ഞാൻ ചെറിയൊരു ടിപ്പും ചേട്ടനും കൊടുക്കും. ഇവരെല്ലാം നല്ല ഹെൽപ്പ് ഉണ്ടാവും കേട്ടോ.
കെട്ടി നിൽക്കുന്നുണ്ടോ? അത് ഈ സർവേ കല്ലാണ്, അത് എടുത്ത് കളയാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് അതൊരു ഇച്ചിരി ഭീഷണിയാണ് കല്ല്. മഴ സമയത്ത് വണ്ടി തെങ്ങി പോയാലേ പോയി അടിക്കും, ടയർ പോയി കയറും. ഇവര് അറിയാൻ മേലാതെ രാവിലെ കയറി വന്നതാണ് ബൈക്കുമായിട്ട്. മോളിൽ വന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കയറ്റി വിട്ടില്ല, തിരിച്ചറിയാൻ പൊക്കടാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ അവർ അവരുടെ കാലേ കൈ പിടിച്ച് വണ്ടി അവിടെ വെച്ചിട്ട് അവർ നടന്നു പോയി കണ്ടിട്ട് വന്നു. അത്ര സമയം പോയി. പ്രൈവറ്റ് വണ്ടിക്ക് അലോഡില്ല. ഞാനിപ്പോൾ വിചാരിച്ചുള്ളൂ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞാൻ ബുള്ളറ്റുമായിട്ട് വരാൻ പറ്റുമെന്ന്. വിത്തിൻ സെക്കൻഡിനുള്ളിൽ പുള്ളി ഇൻഫർമേഷൻ തന്നത് പ്രൈവറ്റ് വണ്ടി വെഹിക്കിൾ അലോഡല്ല. മനസ്സിൽ കണ്ടപ്പോഴാണ് ഞാനിവിടെ മാറ്റി. ഓക്കെ, പിന്നെ ഈ 1300 എന്ന് പറഞ്ഞാൽ വലിയ റേറ്റ് ഒന്നും ഇല്ല, നമുക്ക് നല്ലപോലെ വർത്താണ് കേട്ടോ. നിങ്ങളെ 2 പോയിന്റ് ഞാൻ കാണിച്ചു കഴിയുമ്പോണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ വരുന്നവരെ ഡ്രൈവർമാർക്ക് ടിപ്പ് കൊടുത്തിട്ടേ പോകുള്ളൂ. കാണിച്ച് ഈ ഒന്നാമത് ഈ വണ്ടി അഡ്വൈസ് മാത്രമല്ല, വേറെ ഏത് പോയി പിന്നെ ഓഫ് റോഡ് ചെയ്താലും ഓഫ് റോഡിന്റെ ഫീലിംഗ് കിട്ടും. പക്ഷേ ഞങ്ങൾ കാണിച്ചു തരുന്ന 2 പോയിന്റ് ഒരിടത്തും കിട്ടത്തില്ല. അതേപോലത്തെ 2 പോയിന്റ് ഞങ്ങൾ കാണിച്ചു തരുന്നത്. നമ്മൾ വണ്ടി ചേട്ടാ സോളാർ കാണുന്നുണ്ടോ? നമ്മളതുകൊണ്ട് ആ മലയുടെ മുകളിലേക്കാണ് പോകുന്നത്. എൻ്റെ കൈ അത്ര സ്റ്റേബിൾ അല്ല, ഈ പാറയുടെ മുകളിൽ കൂടെ ഒക്കെ കയറി വരുന്നത് നമ്മളിപ്പോൾ. ഇന്നത്തെ ഏതായാലും വർക്കൗട്ട് ചെയ്യേണ്ടി വരുന്നില്ല, ദേഹം മൊത്തം ഇളകി പഞ്ചറായി. അവിടെ ഈ പുറകിലുണ്ടോ? തെറിച്ച് പോയോ എന്നല്ലേ? വണ്ടി കൊണ്ട് വന്നാലുള്ളത്. ഓ, ഈ പാറ എങ്ങനെ കയറും? അടിപൊളി, നടുവെല്ലാം ഇളകി, ഒരു രക്ഷയില്ല. ഓക്കെ, വരുമ്പോൾ കൊച്ചു കുട്ടികൾ അതേപോലെ തന്നെ ഇച്ചിരി ഏജ് ആയിട്ടുള്ളവരൊന്നും വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നടുവിൻ്റെ പരിപ്പളവ് നോക്കി തെങ്ങിന് കിടപ്പ് ചെറുപ്പം നിർത്തും. ഞാനൊന്നും വെളുക്കുന്നുണ്ടേ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഇറങ്ങി എന്തിനാണെന്നറിയാം, നമ്മുടെ ജീപ്പ് ഈ വരുന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്ത് കാണിക്കാം. നോക്കിക്കേ, ഓക്കെ. തന്നെ ഈ പാറയുടെ മുകളിൽ കൂടാണ് ഇനി ജീപ്പ് കയറി പോകുന്നത്, കാണിക്കാം. ഓക്കെ, നോക്കിക്കേ. ഓക്കെ, ആള് ഇതാണ് താഴെ നിന്ന് നീ കയറി വരുന്നുണ്ടേ. മറിക്ക്
ഇതാണ് നമ്മുടെ ഹീറോ. എങ്ങനെ ഉണ്ടായിരുന്നു? കിടുക്കാച്ചിയല്ലേ? ഒരു രക്ഷയില്ല കേട്ടോ എൻ്റെ പൊന്നോ. ഞങ്ങൾ കുറച്ച് ഇറങ്ങി നിന്ന് നടന്ന് അതൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഈ കുന്നൊന്ന് കയറി നടന്ന ഒരു രക്ഷയില്ല. എന്തായാലും നല്ലൊരു വിഷ്വലല്ല കിട്ടിയേ. നമ്മുടെ ബാക്ക് സൈഡിൽ വിൻമില്ലൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഏതായാലും നമ്മൾ ആമപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. പുള്ളി നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു തരും. നമ്മളിപ്പോൾ ആമപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. നമ്മളിവിടെ പാർക്ക് ചെയ്തു. ഓക്കെ, എൻ്റെ ബാക്ക് സൈഡ് നോക്കിയേ. അവിടെ നമുക്ക് ആ വിൻമിൽസ്, അതിൻ്റെ ബാക്കിലുള്ള മൗണ്ടൻസ് ഒക്കെ നോക്കിയേ, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി. അതേപോലെ തന്നെ എന്തുകൊണ്ടില്ല, ആ ബാക്ക് സൈഡ് കാണുന്നത് തമിഴ്നാടാണ്. ഓക്കെ, അവിടെ നമുക്ക് ധാരാളം വിൻമില്ലുകൾ കാണാം. ആൻഡ് ഇവിടെ നമുക്ക് കുറേ സോളാർ പാനൽസ് കാണാം. ഇവിടെ നമുക്ക് ആക്സസ് ഉണ്ട്. നമ്മൾ അവിടെയും കൊണ്ടാണ് നമ്മളിപ്പം വന്നേക്കുന്നത്. ഇപ്പം നമ്മൾ ഇനി നേരെ താഴോട്ടാണ് പോകേണ്ടത്. അബി ബാ, ഷാനാസ് ഏട്ടന് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ എങ്ങോട്ട് നോക്കിയാലും നമുക്ക് കാണാം വിൻമില്ല്. അതുകൊണ്ട് ആ മലയിലും കാണാൻ പറ്റും. നമ്മളിനി നേരെ താഴോട്ടാണ് പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ നേരെ ആമപ്പാറ ഗുഹയിലൊക്കെ പോകുന്നത്. ഈ ചേട്ടനെ ആണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞത്. ചേട്ടനെ കുറിച്ച് ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഫൈസൽ. ഓക്കെ, ഇവിടെ എല്ലാം നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരാണ്. ഓക്കെ, നിങ്ങൾക്ക് 1300 എന്ന് പറഞ്ഞാൽ എമൗണ്ട് വലിയ ഇതൊന്നുമില്ല, നല്ല വർത്താണ്. നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് വണ്ടിയിലൊന്ന് വന്ന് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് എത്ര വർത്താന്നുള്ളത്. ഓക്കെ, എനിക്ക് താങ്ക് യു. അപ്പം നമുക്കിനി നേരെ ആമപ്പാറയിലേക്ക് പോകാം. മുന്നിൽ ഇപ്പോൾ ആമപ്പാറ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഓക്കെ, കുറച്ചുകൂടി ഇങ്ങോട്ട് മാറി നോക്കുകയാണെങ്കിൽ ആ പാറയുടെ ഒരു ഷേപ്പ് നമുക്ക് നല്ലൊരു ടട്ടിൽ റോക്ക് എന്ന് പറഞ്ഞ് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. നമുക്കിവിടെ ആമയുടെ ഷേപ്പ് നല്ലപോലെ ഫീൽ ചെയ്യും. ഈ ചേട്ടൻ ഷാനാസ് ചേട്ടൻ നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഒരു ആംഗിൾ ആ സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ ആ പാറയുടെ ഷേപ്പ് നല്ല ആമയുടെ രൂപമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതൊന്ന് കാണാൻ വേണ്ടി അങ്ങോട്ട് നിൽക്കുന്നതാണ്. യെസ്, ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ആമയുടെ ഷേപ്പാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് എനിവേ നമ്മളിതുകൊണ്ട് അതുവഴി നമുക്ക് ചെറിയൊരു നടക്കാനുള്ള ഒരു ബാരിക്കേഡൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടും ഇവിടെ പോകുന്നുണ്ട്. അബി ഇവിടെ മുകളിൽ നിന്ന് ഭയങ്കര ഫോട്ടോഷൂട്ടാണ്. ഷാനാസോട്ടിനോട്ടുണ്ട്. എനിവേ നല്ല മുട്ടൻ ചൂടാണ്. നമ്മളിവിടെ നിൽക്കുന്നില്ല, നേരെ ഇനിയും ആ ഗുഹയ്ക്കകത്തൂടെ. അതിനകത്തൊരു കേവാണ്, നമുക്കതിനകത്ത് കയറാൻ പറ്റും. നല്ല തണുപ്പാന്ന് പറഞ്ഞ് നമുക്കിനി ഏതെല്ലാം അതിനകത്തോട്ട് കയറാം. ഗൈസ്, നെക്സ്റ്റ് ടൈം ഇവിടെ വരുമ്പോൾ നമുക്കിവിടെ ഒരു വാച്ച് ടവർ എക്സ്പെക്ട് ചെയ്യാം. അതിൻ്റെ കൺസ്ട്രക്ഷൻസൊക്കെ ഇവിടെ നടക്കുന്നു. ഓക്കെ, എനിവേ നമുക്ക് അത് കാണാൻ ഭാഗ്യമില്ലാതെ പോയി. സോ സാഡ്. നമ്മളിനി നേരെ ആ ഗുഹയിലേക്ക് ഇറങ്ങുകയാണ്. ഓക്കെ, ഷാനാസായിട്ട് മുന്നിൽ പോകുന്നു. നമ്മൾ പുള്ളിയുടെ പുറകെ പോവുകയാണ്. നല്ല ചൂടാണ്. ഏകദേശം ഇപ്പോൾ സമയം എത്രയായി? 1:30 കട്ട ചൂടാണ്. ഒന്നും കഴിച്ചിട്ടില്ല. ഞങ്ങളെ നോക്കി ഒരു 4-5 പൊറോട്ടയും മുട്ടക്കറിയും കാറിനകത്തിരിപ്പുണ്ട്. വന്നേ അബി. നോക്കിയേ, ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ. അതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് നല്ല വിൻമിൽസിൻ്റെ ഒക്കെ നല്ല ഷോട്ട്, നല്ലൊരു വ്യൂ ആണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വരുമ്പോൾ ഒരു AC യുടെ ഫീലിംഗ് ആവും. അതെ, നല്ല കൂളിംഗ് ആയിരിക്കും അല്ലേ? നല്ലൊരു AC ഫീൽ ചെയ്യാം. അബി വന്നേ. ഓ, ഇതുവഴി ഇങ്ങനെ മുഴഞ്ഞിറങ്ങി പോകണം. ശരിയാണോ? ഒരു കൂളിംഗ് ഫീൽ ചെയ്യുന്നില്ലേ? നല്ല രസമുണ്ട് നമുക്ക്. അടന്നു പോകത്തില്ലല്ലോ. ഇല്ല, ഒരു കാര്യം ചെയ്യാൻ ഇത് പിടിച്ചോളാം നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കണമെങ്കിൽ ഇല്ല, കുഴപ്പമില്ല. ഇപ്പോൾ ചേട്ടൻ പോക്കോ. നമ്മൾ ഇവിടുന്ന് ഇറങ്ങി വന്നു. അബി ബാഗ്. ഇതുവഴി പോകുമ്പോ എന്റെ വയറും ഇല്ല, വയറൊന്നുമില്ല. പോരെ, ധൈര്യമായിട്ട് പോരെ. വയറ് കിടക്കുവോ? പോരെ, ധൈര്യമായിട്ട് പോരെ. അടിപൊളി. വന്നു ബാഗ്. ഒരു ബാഗിഞ്ഞാ ബാഗ് പറഞ്ഞാൽ ഞാൻ പിടിച്ചോളാം.
ജാമാകാൻ എനിക്ക് പോരെ കേട്ടോ, ചെരിഞ്ഞ് തന്നെ പോലെ ജാമാകാൻ ചാൻസ് ഉണ്ട്. ഇല്ല പോരെ, ധൈര്യമായിട്ട് ഞാൻ ഉറപ്പ്. നിനക്ക് കുഴപ്പമില്ല. എനിക്ക് ഇങ്ങനെ വെച്ചാലും വരാം. എനിക്ക് എന്റെ വയറ് കൊടുക്കുമോ ചെറിയൊരു പേടി. ഈ ഒരു ആഴ്ചത്തെ ഫുഡിങ്ങിന്റെ ഒക്കെ കഷ്ടപ്പാട്. അമ്മോ വരും, ഞാൻ വരും. നീ പോ. കഷ്ടിച്ച് രക്ഷപ്പെട്ടു കേട്ടോ, കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അനു കുറേ ദിവസം കൊണ്ട് പറയുവാണ് ഫുഡ് അധികം കഴിക്കരുത്, വയറ് ചാടുമെന്ന്. ഇപ്പോഴാ മനസ്സിലായി കേട്ടാ. ഇതിനകത്തോട്ട് കയറി വന്നത് ഭയങ്കര ആ, പക്ഷെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നേരെ ഇവിടോട്ട് വന്നു. ഷനാസേട്ടൻ മുന്നോട്ട് പോയിട്ടുണ്ട്. അടിപൊളി. ഇതിനകത്ത് ഇങ്ങനെ ഒരു ആക്സസ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, മുട്ടയിൽ എഴയണം. അടിപൊളി. ഇതിനകത്ത് എഴുന്നേറ്റ് നിൽക്കാനൊന്നും പറ്റത്തില്ല. ആ, നീ കുനിഞ്ഞു പോ, മുട്ടേ വാ. കുറേ നാളായി മുട്ടയിൽ എഴഞ്ഞിട്ട്. കുഞ്ഞ് മുട്ടയിൽ എഴയാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പേ ഞാൻ എഴഞ്ഞു തുടങ്ങി. എവിടെയാ? വീട്ടിലല്ല, അങ്ങ് ഇടുക്കിയിൽ വന്ന് ചാമപ്പാറയിലാണ്. ഞങ്ങളുടെ ഓൾറെഡി നടുവൊടിഞ്ഞു കേട്ടാ. അഭിയെത്തി. ഓക്കെ, സോ അടുത്തെന്താണ് ചേട്ടാ? അടുത്ത് നമ്മൾ പോകേണ്ട പൊസിഷൻ ഇതാണ്. ഈ പൊസിഷനിൽ ഇരിക്കുക, ബെഞ്ചിൽ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കുക. പോയിട്ടുള്ളവർക്കൊക്കെ സിമ്പിളാണ്. ഇങ്ങനെ ഇരിക്കുക, ബെഞ്ചിനെ കൈ കുത്തി ഇങ്ങനെ ഇങ്ങോട്ട് വരിക. എന്നിട്ട് ഈ പാറയിൽ ഇറങ്ങുക. ഈ പാറയിൽ ഇറങ്ങി ഇങ്ങനെ നടന്ന് ചെയ്തായി പോയി കേട്ടോ. അതിനെ അറ്റച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മുട്ട വരികയാണ്. സമയേ ശരണയ്യപ്പാ, ഇത് വല്ലാത്ത ചെയ്തായി പോയില്ലയോ? ബെഞ്ചിൽ ഇരിക്കുന്ന പോലെ അങ്ങ് ഇരുന്നോ. ആ, അങ്ങനെ അവിടെ കൈ കുത്തി ഇങ്ങനെ പോരെ. ആ, അങ്ങനെ പോരെ. നല്ല വർക്കൗട്ടാ. ഇങ്ങനെ വന്നേക്കാം. ക്യാമറ ഉണ്ട്. ഈ പോരെ, അവർക്ക് കല്ലിൽ ഇറങ്ങിക്കോ. അതിലേക്ക് കടന്നെങ്കിൽ പോരെ. ഇതിന്റെ മുകളിലാണ് പോയി കാണിക്കണോ? കവന്ന കിടന്നു പൈസലേ പോക്കോ. ആ, കവന്ന കിടന്നു. കമന്ന് കിടക്കണോ? ആ, കവന്ന് കിടന്നു. ചെളിയാകുമല്ലോ കേട്ടോ. ചെളിയൊക്കെ ഇതിന് മുമ്പ് പോയവർ കൊണ്ടുപോയി. കവന്ന് കിടന്നു. എടാ ഫൈസലേ ഒന്നേ. സാറിന്റെ കൊറേ പോസ് കിട്ടിയിട്ടുണ്ട്. എന്റെ തലയുടെ മുകളിൽ ധൈര്യമായിട്ട് പോക്കോ. അങ്ങനെ പോക്കോ. നല്ല പുഷപ്പാ. ആ, അങ്ങനെ പോക്കോ. അവിടെ നിക്കേ. അങ്ങനെ പോക്കോ. പൊക്കോ ചേട്ടാ. ആ, ഇച്ചിരി മുന്നോട്ട് പോട്ടെ. ആ, അങ്ങോട്ട് പോട്ടെ. ആ, ലാംബേ. ഓക്കെ. സാറ് അന്തി അങ്ങടൊപ്പം ബെറ്റൊക്കെ വെച്ചല്ലേ പുഷപ്പടിച്ചിട്ട്. ഞാൻ വരെ എടുത്തു. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ. ഒരു മിനിറ്റ്. അവിടെ നിൽക്കണേ. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ. എന്റെ മണ്ണോ വയ്യ. കഴിഞ്ഞോ? ശ്വാസം കിട്ടുന്നില്ലേ? ഇതിപ്പോ വന്ന വഴിക്ക് എന്നെ കയറിയില്ലേ? പക്ഷെ ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ലല്ലോ. ഞാൻ ഈ പാറ കുത്തിയിരിക്കുക കേട്ടോ. എന്താന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, ശ്വാസം കിട്ടുന്നില്ല. ഏത് ഗ്യാപ്പില്ലേ? ഒന്ന് പോടാ. നല്ലൊരു പിക്ക് കിട്ടിയ പക്ഷെ ഐഎസ് കറക്റ്റ് ആയില്ല. അതുകൊണ്ടാ അത് വെളുപ്പിച്ചെടുത്താൽ മതി. നമ്മുടെ 2 ക്യാമറ ബാഗ് ഇതിനകത്തായിപ്പോയി.
ഷാനവാസ് അതിനകത്താണ്. ഞങ്ങൾ ആ ക്യാമറ ബാഗ് വെയിറ്റ് ചെയ്യുവാണ്. ഗോപ്രോയുടെ അതുകൊണ്ട് ക്യാമറ കണ്ട ഇതിനകത്തൂടെ വേറെ എന്തോ ഒരു സെറ്റപ്പ് വഴിയുണ്ട് കേട്ടാ. നമുക്ക് ആ കേവിനകത്ത് ആ ഗുഹയ്ക്കകത്തു നിന്ന് ഇറങ്ങി വന്നിട്ട് ക്ഷീണിക്കുന്ന 100% ഉറപ്പാണ്. നമുക്കിവിടെ ഇരിക്കാൻ വേണ്ടി കുറേ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ മേളിൽ ചെറിയൊരു ഷെഡുണ്ട്. ആ ഷെഡിലിരുന്ന് നമുക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഈ ഒരു വ്യൂ നമുക്ക് ആസ്വദിക്കാം. നമ്മൾ നേരെ നോക്കി ആ വിൻമില്ലൊക്കെ കറങ്ങുന്നുണ്ട്. അത് മേളിൽ നിന്നിട്ട് ഒന്നുകൂടെ കാണാം നല്ല ഡീറ്റെയിൽ ആയിട്ട്. ഇവിടെ ചെറിയൊരു ഷെഡുണ്ട്, വെയിറ്റിംഗ് ഷെഡ് പോലൊരു സംഭവം. നമ്മളിവിടെ വന്നിരുന്നു, നല്ല ടയേർഡാണ്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഫ്രണ്ടിലുള്ള വ്യൂ പോയിൻ്റാണ് കാണുന്നത്. ആ വിൻമിൽസൊക്കെ കിടന്ന് റോൾ ചെയ്യുന്നുണ്ടാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ സെഷൻസ് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത വേറൊരു സ്റ്റോണുണ്ട്, രാമക്കല്ലിലൊക്കെ നമ്മൾ പിന്നെയും തോന്നുന്നു. അബി ധാരാളം വിസിറ്റേഴ്സ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം താഴെ നിന്ന് ആ ജീപ്പ് വിളിച്ച് വന്ന് വേണം. പ്രൈവറ്റ് വെഹിക്കിൾസ് ഇവിടെ അലൗഡ് അല്ല. അപ്പോൾ 1300 രൂപ കൊടുത്ത് വന്നെന്ന് പറഞ്ഞാൽ നഷ്ടമൊന്നുമില്ല, നല്ല വെർത്താണ്. ഓക്കെ, നമ്മളെ അവർ നല്ലപോലെ ഹെൽപ്പും ചെയ്യും. നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ്. താങ്ക്സ്. നമ്മുടെ വണ്ടി മുകളിലുണ്ട്. ഇനി നമ്മൾ നേരെ ആ വണ്ടിയുടെ അടുത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഷാനവാസ് ചേട്ടൻ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിനി ആ ഹിൽ ടോപ്പിലോട്ടാണ് പോകുന്നത്. നമ്മുടെ കുതിരപ്പവൻ ഇവിടെ റെഡിയാണ്. നമ്മൾ അടുത്ത ഹോട്ടലിലോട്ട് പോവാണ്. രാമക്കല്ല് അല്ലേ? രാമക്കല്ല് സൂയിസൈഡ് പോയിന്റ് ആണ് അവിടെ. അതുപോലെ ഈ കാണുന്നത് തമിഴ്നാടല്ലേ? തേനി ജില്ലയാണ്. തേനി, കമ്പം തേനി. തമിഴ്നാടാണ് കാണുന്നത്. നമുക്ക് ആ ഹിൽ ടോപ്പിൽ നമുക്ക് നല്ലപോലെ ആ തമിഴ്നാടിൻ്റെ ഒരു വ്യൂ ഉണ്ട്. ഓക്കെ, വീഡിയോസ് ഒന്നും സ്കിപ്പ് ആക്കരുത്. ഓക്കെ, കട്ടാക്കി നിന്നോ. അബി മേശന്റെ പുറകിലിരിപ്പുണ്ട് കേട്ടോ. റിലീഫാണ്. ഓക്കെ, നമുക്കിവിടെ സോളാർ പാനൽ, ഈ സോളാർ പാനൽ ഗവൺമെന്റിന്റെ ആണ്. ഗവൺമെന്റിനാണ് ഇപ്പോൾ പണി കൊറോണ പണി നിർത്തി. KCB അല്ലേ? മണിയാശാന്റെ പണി. നമ്മുടെ തൊട്ട് പുറകെ വേറൊരു ഫൈസലും ഉണ്ട്. ഫൈസലാന്ന് തോന്നുന്നു നമ്മുടെ പുറകെ ഉണ്ട്. ഫൈസലാണോ? ഫൈസലുണ്ട് നമ്മുടെ പുറകെ ഉണ്ട്. ഇവിടെ വരെ വന്നിട്ട് ഇത്രയും നമ്മൾ കാണാൻ പോകുമ്പോൾ ഭയങ്കര നഷ്ടം. ജീപ്പ് തണ്ട് ഇവിടെ വരെ വരുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. നടന്ന് വേണം നമുക്ക് രാമക്കല്ലിലേക്ക് പോകാൻ, സൂയിസൈഡ് പോയിന്റ്. ഓക്കെ, അബി റെഡി? അബി ഭയങ്കര സ്ലോ ആയെന്ന് തോന്നുന്നു. വിശക്കുന്നോടാ? വിശന്നിരുന്നു, ഒരു രക്ഷയില്ല. പൊറോട്ട കാറില്ല. ഓക്കെ, നോക്കിയേ ഇവിടുത്തെ ഹിൽ വ്യൂ ഒക്കെ നോക്കിയേ. നമുക്കവിടെ വിൻമിൽസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആ ഏറ്റവും ലാസ്റ്റ് നമുക്ക് അവിടെ ഒന്ന് പോകണം. അത് കുറവൻകുർത്തി സ്റ്റാച്ചു അല്ലേ? വേഴാമ്പലുണ്ട്. വേറൊരു കാര്യം ഞാൻ ഇങ്ങനെ അറിഞ്ഞു, ഈ കേരളത്തിലെ ഏറ്റവും വലിയ ട്വിൻ സ്റ്റാച്ചു ആണ് ഈ ഇത് നമ്മുടെ കുറവൻകുർത്തി സ്റ്റാച്ചു എന്ന് പറയുന്നത്. ഞാനത് കണ്ടിരുന്നു, ഗൂഗിളിൽ കണ്ടിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ട്വിൻ സ്റ്റാച്ചു. ഓക്കെ, അബി ലേറ്റ് ആവുന്നു.
നമുക്ക് ലാസ്റ്റ് പോകാം. നമ്മളിപ്പം പോകുന്നത് രാമക്കല്ലിലേക്കാണ്. ആള് നല്ല കിഡ് ഓഫ് റോഡാണ് കേട്ടോ. ഓക്കെ, ഞാൻ പുള്ളിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുള്ളിയെ വിളിച്ചാൽ മതി ഇവിടെ വന്നിട്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഒന്ന് വൈൻഡപ്പ് ചെയ്യുവാണ്. കാരണം നമുക്ക് കുറേ സ്പോട്ടുകൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ ഇനിയും പോകുന്നത് രാമക്കല്ലിലേക്കാണ്. സൂയിസൈഡ് പോയിൻ്റ് എന്നാണ് അവിടെ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ, ആ പോയിൻ്റ് കേരളയാണ്. അവിടെ നിന്ന് ഇപ്പോഴും തമിഴ്നാടാണ്. ഓക്കെ, സോ നമ്മൾ സൂയിസൈഡ് പോയിൻ്റ് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ദ വീഡിയോ, ഷെയർ ദ വീഡിയോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ ബൈ.